നമസ്കാരം. പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം. ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും. ഓണം കഴിഞ്ഞ് ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം. ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം. ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ EMI ഫെസ്റ്റിലൂടെ മാസം വെറും 1100 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ 0 ഡൗൺ പേയ്മെന്റിലൂടെ. കൂടാതെ 10% മുതൽ 50% വരെ ഓഫറും. കണ്ടീഷൻ സപ്ലൈ. ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. ആഘോഷത്തിനിടയിലെ ഓഫറല്ല, ആഘോഷമാക്കേണ്ട ഓഫർ. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച PSMO കോളേജ് പ്രിൻസിപ്പളിന് സ്നേഹനിർഭരമായ യാത്രയപ്പ്. ഭിന്നശേഷിക്കാരെ എന്നും ചേർത്ത് പിടിക്കുകയും തിരൂരങ്ങാടി PSMO കോളേജിനെ ഭിന്നശേഷി സൗഹൃദ കോളേജാക്കി മാറ്റുകയും ചെയ്ത കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K അസീസിനെ ഭിന്നശേഷി കൂട്ടായ്മ സ്നേഹനിർഭരമായ യാത്രയപ്പ് നൽകി. കഴിഞ്ഞ 8 വർഷത്തിലധികമായി ഡോക്ടർ K അസീസ് തിരൂരങ്ങാടി PSMO കോളേജ് പ്രിൻസിപ്പളായി പ്രവർത്തിച്ച് വരുന്നു. ഏപ്രിൽ 30-നാണ് അദ്ദേഹം സർവീസിൽ നിന്നും പിരിയുന്നത്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ വിവിധ മേഖലകളിൽ നിന്നും യാത്രയപ്പ് ലഭിക്കാറുണ്ടെങ്കിലും സ്ഥാപനത്തിന് പുറത്തുനിന്നും ഒരു സംഘടന കോളേജ് പ്രിൻസിപ്പളിന് യാത്രയപ്പ് നൽകുന്നത് ഇതാദ്യമായിരിക്കാം. സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദിയാണ് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസിന് കോളേജിൽ വെച്ചു തന്നെ ഒരു യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കോളേജിനെ ഒരു ഭിന്നശേഷി സൗഹൃദ കോളേജാക്കി മാറ്റുന്നതിലും കഴിഞ്ഞ 3 വർഷമായി കോളേജിൽ വെച്ച് NSSനെ പങ്കാളിയാക്കിക്കൊണ്ട് നടക്കുന്ന ഭിന്നശേഷി സൗഹൃദ സംഗമവും പ്രിൻസിപ്പൽ ഡോക്ടർ അസീസിൻ്റെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. ഇതെല്ലാം മാനിച്ചാണ് ഭിന്നശേഷി കൂട്ടായ്മ ഇത്തരമൊരു യാത്രയപ്പ് വേദി ഒരുക്കിയത്. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി കോളേജ് മാനേജർ MK ബാവ ഉദ്ഘാടനം ചെയ്തു. സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദി ചെയർമാൻ അഷ്റഫ് കളത്തിങ്ങൽപ്പാറ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കോളേജ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP മുസ്തഫ, തിരൂരങ്ങാടി മുനിസിപ്പൽ കൗൺസിലർ സുജിനി മൂളമുക്കിൽ, അമർ മനരിക്കൽ, സലാം ഹാജി മച്ചിങ്ങൽ, സത്യഭാമ ടീച്ചർ, കോളേജ് യൂണിയൻ ചെയർമാൻ ഷാമിൽ, അലീഷ CM, KT വിനോദ്, NSS പ്രോഗ്രാം ഓഫീസർ അലി അക്ഷദ്, ഡോക്ടർ അനീഷ് MH, ഡോക്ടർ നൌഷാദ്, അജ്മൽ MP, ഷമീറ കൊളപ്പുറം, റാഷി എന്നിവർ സംസാരിച്ചു. മാനേജർ MK ബാവ ഉപഹാരം സമർപ്പിച്ചു. സിഗ്നേച്ചർ സെക്രട്ടറി അക്ഷയ് M പൊന്നാട ചാർത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ K അസീസ് മറുപടി പ്രസംഗം നടത്തി. സിഗ്നേച്ചർ വർക്കിംഗ് സെക്രട്ടറി അഷ്റഫ് മനരിക്കൽ സ്വാഗതവും അക്ഷയ് M നന്ദിയും പറഞ്ഞു. നഗരസഭയുമായി ബന്ധപ്പെട്ടും സിഗ്നേച്ചർ വേദിയുടെ പരിപാടികളിലൊക്കെ സാറിൻ്റെ സാന്നിധ്യം ഭിന്നശേഷി കുട്ടികളെ കൈചേർത്ത് പിടിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനൊക്കെ സാറിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാർ അത് നമ്മളോട് പോസിറ്റീവായിട്ടാണ് മാത്രമാണ് സാറ് സമീപിക്കാറുള്ളത്. ഏത് സംഗതി ഇപ്പൊ NSSന്റെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് PSMO കോളേജിൽ NSS യൂണിറ്റുകൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു പ്രോഗ്രാം ഓഫീസർ എന്നുള്ള നിലക്ക് ഞാനിപ്പോ സാറും കൂടെ ഞാനും റിട്ടയർഡ് ആവുകയാണ്. 3 വർഷമായി NSSന്റെ പ്രോഗ്രാം ഓഫീസർ. 3 വർഷം മാത്രമാണ് NSSന്റെ പ്രോഗ്രാം ഓഫീസർ ആവാൻ പറ്റുള്ളൂ. എൻ്റെ ടെനർ അവസാനിക്കാണ്. മെയ് മാസം മുതൽ നമുക്ക് പുതിയ ഒരു NSS പ്രോഗ്രാം ഓഫീസർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആത്മമുഖമായി സ്വാഗതം പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിൽ ഇങ്ങനൊരു ചടങ്ങ് ഒരു കോളേജിലും നടക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ ടീച്ചേഴ്സുമായിട്ടും കുട്ടികളുമായിട്ട് ഈ ക്യാമ്പസിൽ വളരെ ലൈവായിട്ട് നിറഞ്ഞു നിന്ന ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രിൻസിപ്പളിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ്. അപ്പം ആമുഖമായിട്ട് തന്നെ സിഗ്നേച്ചർ എന്ന ഈ യൂണിറ്റിനെ ഹൃദയംഗമമായിട്ട് അഭിനന്ദിക്കുവാൻ ഈ സാഹചര്യം ഞാൻ ഉപയോഗം. ഇതുവരെ ആ സിവിൽ സർവീസിന്റെ സെന്റ് ഓഫ് ഒന്നും ഞാൻ അങ്ങനെ തലക്ക് പിടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ ഇന്നൊരു ഉച്ചന് മുമ്പ് കൗൺസിലിന്റെ ഒരു സെന്റ് ഓഫ് നടന്നു. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ചെറുതായിട്ടൊരു ആലോചന വന്നു. തൊട്ട് പിന്നാലെ ഈ ഒരു സെന്റ് ഓഫ് കൂടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു സെന്റ് ഓഫ്. പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി.